ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മനോഹരമായ ദിവസമാണെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതിലുപരി നമ്മുടെ നബി തങ്ങളുടെ ജന്മദിന ദിവസം കൂടാണല്ലോ. റബീഉൽ അവ്വൽ 12 ഏറ്റവും മഹത്തായ ഒരു ദിവസം അല്ലേ, എത്രയും പുണ്യമാക്കപ്പെട്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് അധ്യാപക ദിനമാണ്, നമ്മുടെ ടീച്ചേഴ്സ് ഡേ. ഏറ്റവും മികച്ചൊരു അധ്യാപനം കിട്ടുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ നബിയാണ് അല്ലേ. അതിലും വലിയൊരു അധ്യാപകൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മുടെ റസൂലിനോടുള്ള സ്നേഹം നമുക്ക് സ്വലാത്തുകളിലൂടെയും മൗലീദ് പാരായണത്തിലൂടെയും നമുക്ക് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന നാൾ വരെ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന്. അപ്പോൾ അത്രയും നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം അത്രയും പ്രാധാന്യപ്പെട്ടതാണ്. നമുക്ക് ഇന്നത്തെ ദിവസം എന്നല്ല, ഈ ഒരു റബീഉൽ അവ്വൽ മാസം തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു മാസമാണ്, അത്രയും മഹത്തമാക്കപ്പെട്ട മാസമാണ്. അപ്പോൾ കഴിവതും മൗലീദ് പാരായണങ്ങളും സ്വലാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു മാസത്തെ നമ്മൾ മുറുകെ പിടിക്കുക. നമ്മുടെ നിയ്യത്ത് ഏറ്റവും നല്ല ഹലാലായ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഇത്ര കണക്ക് വെച്ച് സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്ത് റസൂലിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ അതിലുള്ളൊരു സന്തോഷവും അതിൻ്റെ ഒരു ബർക്കത്തും അതിൻ്റെ ഒരു പവറും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ മലയാളികളുടെ ആഘോഷം ഓണം കൂടെയാണല്ലോ അല്ലേ. അപ്പോൾ അതും നമുക്ക് കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഘോഷം തന്നെയാണ് ഓണം ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു, കൂടെ തന്നെ നബിദിനാശംസകളും നേരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, ഹസ്ബൻഡ് ലേറ്റായിട്ടാണ് നീക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. മക്കളും കുറച്ചധികം നേരം ഉറങ്ങും. പിന്നെ ഞാനൊന്ന് എണീക്കും. പിന്നെ ഞാനും കുറച്ചധികം നേരമൊക്കെ ഉറങ്ങും കേട്ടോ. ലേറ്റായിട്ട് തന്നെ വെള്ളിയാഴ്ച നീക്കാറുള്ളൂ. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാറാണ്. അപ്പോൾ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ലുലുവിൽ തലേന്ന് തന്നെ സദ്യ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 സദ്യയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡ് രാവിലെ തന്നെ പോയിട്ട് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ആൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി വന്നിട്ടാണ് അപ്പോൾ അത് കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അതുകൊണ്ട് അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു ഫുൾ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് നമ്മുടെ സദ്യക്കുള്ളത്. 2 തരം പായസമുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്, പരിപ്പ് കറിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, അച്ചാറുണ്ട്, പഴമുണ്ട്, നെയ്യുണ്ട്, ഉപ്പുണ്ട്, പപ്പടം, അങ്ങനെ നമ്മൾ സദ്യയിൽ അത്യാവശ്യം വേണ്ട എല്ലാ കറികളും കൂട്ടാനുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സദ്യ ആയതുകൊണ്ട് തന്നെ വാഴയിലൊക്കെ എല്ലാം കഴിക്കാം. അപ്പോൾ നമ്മൾ താഴത്ത് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴത്ത് ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മേലെ വാഴയില വിരിച്ചിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഓരോന്ന് സെറ്റാക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ആളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ആൾ അത് താഴത്ത് വെക്കുമ്പം ആളെ താഴത്തിരുത്തുമ്പോൾ അതിലോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനനുസരിച്ച് സെറ്റ് ചെയ്യണ്ട. എല്ലാം കൂടെ അടിപൊളിയാക്കി നമുക്ക് വീഡിയോസ് എടുക്കാനാണല്ലോ മെയിൻ. അങ്ങനെ സദ്യയൊക്കെ കഴിക്കുവാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം 2 ചോറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ കേസ് തികഞ്ഞില്ലെങ്കിൽ ചോറ് വേണമല്ലോ. അപ്പോൾ ചോറ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ചോറ് ഞാൻ സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം സെപ്പറേറ്റ് ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ സദ്യ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസം സാമ്പാറും ഒക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഉഗ്രൻ സദ്യ ആയിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇത് അടപ്പായസമാണ്, പക്ഷേ ഇതിൽ അധികം ചവ്വരിയാണ് കേട്ടോ. ചവ്വരി ഇട്ടിട്ടാണോ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും പായസം ടേസ്റ്റ് ഉണ്ട്. പപ്പടും ഒരു ചെറിയ കഷ്ണം പഴം കൂടെ കൂട്ടി കഴിച്ചിട്ട് ആ പായസം അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും കേട്ടോ. ഓണസദ്യ ഓണത്തിന് അങ്ങനെ പലരും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത്രയൊക്കെ. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചു. ഞാൻ ഉറങ്ങാറില്ല കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ വൈകിട്ട് എണീച്ചിട്ട് മക്കൾക്ക്
ഒരു ഈവനിങ് സ്നാക്ക് പോലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ബ്രെഡും പീനട്ട് ബട്ടറും വെച്ചിട്ട് അതാണ് അവർക്ക് കൊടുക്കുന്നത്. അത് മിൽക്ക് ബ്രെഡല്ല, നമ്മുടെ ബ്രൗൺ ബ്രെഡാണ്. പിന്നെ അവർ കഴിക്കും കേട്ടോ, മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ അവർ കഴിക്കും, ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ബെനിഫിറ്റ് അല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പുതിയ അപ്ഡേഷൻസൊക്കെ അറിയിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയ്ക്ക്. ബൈ.